നമസ്തേ. യോഗസൂത്രം വിഭൂതിപാദം സൂത്രം 48 ഇനി നമ്മൾ പോകുന്നത്. സൂത്രം 48 ഇന്ദ്രിയങ്ങളെ കീഴടക്കുന്നതിലൂടെ, ഇന്ദ്രിയ ജയത്തിലൂടെ യോഗിക്ക് ലഭിക്കുന്ന 3 അസാധാരണ സിദ്ധികളെക്കുറിച്ചാണ് പറയുന്നത്. സൂത്രം 48. തതോ മനോജവിത്വം വികരണഭാവ പ്രധാന ജയശ്ച. തത അതിൽ നിന്ന് മനോജവിത്വം മനസ്സിൻ്റേത് പോലുള്ള വേഗത ശരീരത്തിനും ലഭിക്കും. വികരണഭാവം ശരീരത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ. പ്രധാന ജയ പ്രകൃതിയുടെ മൂലകാരണമായ മൂലപ്രകൃതിയെ, പ്രധാനത്തെ കീഴടക്കാൻ വേണ്ടി കഴിയും. ഇന്ദ്രിയങ്ങളെ കീഴടക്കുന്നതോടെ യോഗിക്ക് 3 കാര്യങ്ങൾ സാധ്യമാകും. മനസ്സിനെ പോലെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ശരീരത്തിനും സാധിക്കും. ശരീരത്തിൻ്റെ പരിമിതികളില്ലാതെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ ഏതു കോണിലുമുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കും. പ്രകൃതിയിലെ സകല വസ്തുക്കളുടെയും മേൽ പൂർണ്ണമായ അധികാരം ലഭിക്കുകയും ചെയ്യും. വേദവ്യാസൻ ഈ 3 സിദ്ധികളെയും വളരെ വിശദമായി തന്നെ വിവരിക്കുന്നു. ഒന്ന്, മനോജവിത്വം. സാധാരണയായി മനസ്സിനാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. എവിടത്തേക്കും, ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ, പ്രപഞ്ചത്തിൻ്റെ ഏതറ്റത്തിലേക്കും പോകാൻ വേണ്ടി നമ്മുടെ മനസ്സിന് സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും സൂക്ഷ്മമായ നമ്മുടെ ശരീരത്തിൻ്റെ കോശാന്തര ഭാഗത്തിലേക്കും മനസ്സിന് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അത് വളരെ ചെറുതാണ്, അത് വളരെ വലുതാണ്, അത് വളരെ ദൂരെയാണ്, അത് വളരെ അടുത്താണ് എന്നൊക്കെ ഉപനിഷത്തുക്കളിൽ പറഞ്ഞു. ആ വേഗതയേറിയ മനസ്സിനേക്കാൾ വേഗത ഇന്ദ്രിയ ജയം സിദ്ധിച്ച യോഗിയുടെ ശരീരത്തിന് സംഭവിക്കും. അതായത് മനസ്സിന്റെ വേഗതയിൽ എവിടെയും സഞ്ചരിക്കാൻ, എവിടെയും എത്തിച്ചേരാൻ യോഗിക്ക് സാധിക്കും. 2, വികരണഭാവം. സാധാരണ മനുഷ്യർക്ക് വികരണഭാവം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ ജ്ഞാനം, അതാണ് വികരണഭാവം. സാധാരണക്കാരായ നമ്മൾക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ ശരീരം ആ സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ദൂരെയുള്ള ഒന്ന് കാണാൻ അവിടെ പോകണം, അല്ലെങ്കിൽ കണ്ണാടി വേണം, അല്ലെങ്കിൽ അതുപോലുള്ളവ റെക്കോർഡ് ചെയ്ത് വെച്ചത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കാണാൻ കഴിയണം. എന്നാൽ യോഗിക്ക് ശരീരം അവിടെ ഇല്ലെങ്കിലും തൻ്റെ ഇന്ദ്രിയങ്ങളെ അവിടെ എത്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ഇതിനെയാണ് ശരീരമില്ലാത്ത അവസ്ഥയിലുള്ള ഇന്ദ്രിയ വ്യാപാരം എന്ന് പറയുന്നത്. 3, പ്രധാന ജയം. പ്രകൃതിയുടെ മൂലരൂപത്തെയാണ് പ്രധാനം എന്ന് പറയുന്നത്. മൂലപ്രകൃതിയെ ആണ് പ്രധാനം എന്ന് പറയുന്നത്. ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ. ഈ പ്രധാനത്തെയും ഈ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയെയും കീഴടക്കാൻ കഴിയുന്നതാണ് പ്രധാന ജയ എന്നത്. പ്രകൃതിയിലെ എല്ലാ പരിണാമങ്ങളും യോഗിയുടെ നിയന്ത്രണത്തിലാകും. വാചസ്പതി മിശ്രൻ ഈ അവസ്ഥയെ അദ്ദേഹം മധുപ്രതീത എന്ന യോഗഭൂമിയോടാണ് ഉപമിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുമ്പോൾ അവയ്ക്ക് സ്ഥലകാല പരിധികൾ ഇല്ലാതാകുന്നുവെന്ന് അദ്ദേഹം പറയും. പ്രധാന ജയത്തെ വിജ്ഞാന ഭിക്ഷു സർവവശിത്വം എന്നാണ് വിളിക്കുന്നത്. പ്രകൃതിയിലെ സത്വരജ തമോ ഗുണങ്ങൾ യോഗിക്ക് ദാസന്മാരെ പോലെ വഴങ്ങുന്നു. വിവേകാനന്ദ സ്വാമികൾ ഇപ്രകാരമാണ് വിവരിക്കുന്നത്. സാധാരണയായി നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ്. എന്നാൽ ഈ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ആജ്ഞാനുവർത്തികളാകും. ശരീരമെന്ന ഉപകരണം കൂടാതെ തന്നെ ലോകത്തെ അറിയാൻ യോഗി പ്രാപ്തനാകുന്നു എന്ന് സ്വാമിജി പറയും. ഈ സിദ്ധികളെ ഭോജരാജാവ് മഹാവിദേഹം എന്ന സിദ്ധിയുടെ ഉയർന്ന രൂപമായിട്ടാണ് കാണുന്നത്.
ശരീരബോധം പൂർണ്ണമായും ഇല്ലാതാകും. ഇന്ദ്രിയങ്ങൾ പ്രപഞ്ചവ്യാപിയാകുകയാണ് ചെയ്യുന്നത്. ഈ 3 സിദ്ധികളെയും ചേർത്ത് മധുപ്രതീത സിദ്ധി എന്ന് വിളിക്കുന്നത്, ഇത് സിദ്ധിക്കുന്ന യോഗി പ്രകൃതിയുടെ അധിപനായി മാറും. ഇതിനു ശേഷം ലഭിക്കുന്ന പരമമായ വിവേകഖ്യാതിയെക്കുറിച്ചാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത സൂത്രത്തിൽ കാണാം. ഓം തത്സം.